തമാശ പറയുന്നവരെ, ചിരിപ്പിക്കുന്നവരെ, ഒരാളെയും പരിഹസിക്കരുത്, ഒരാളെയും പരിഹസിക്കരുത്. മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, പരിഹസിക്കുന്നതും കുത്തുവാക്ക് പറയുന്നതും പരിഹാസ പേരുകൾ വിളിക്കുന്നതുമല്ല, ഒരാളെ നിസാരവൽക്കരിക്കലാണ്. അത് ഏത് രീതിയിലാകട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിഹസിക്കുന്നത് ചിലത് കുത്തുവാക്ക് പറയാറുണ്ടല്ലോ, ഇടപ്പേര് വിളിക്കാറുണ്ടല്ലോ. പടച്ചവനെ, ഇതെല്ലാം പാടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനാണ് പറയുന്നത്, നിങ്ങൾ മറ്റൊരാളെയും പരിഹസിക്കരുത്. അത് കാര്യമായിട്ടാണെങ്കിലും തമാശക്കാണെങ്കിലും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ഖുൽതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ കദാ വകദാ ഖാല ഗൈറു മുസദ്ദദിൻ തഅനി ഖസീറാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ നബിയോട് ഞാൻ അവിടെന്ന് പറഞ്ഞു, താങ്കൾക്ക് ഇന്നവളായ അതായത് കുറവായവളായ, അതാ വലിപ്പം കുറഞ്ഞവളായ സഫിയ മതിയല്ലോ. ഒരു ഭാര്യ അതാ മറ്റൊരാളെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ആ നീളം കുറഞ്ഞവള മതിയല്ലോ, സഫിയായ മതിയല്ലോ എന്നതെന്റെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ സഫിയ ബീബിയെ നീളം കുറഞ്ഞവളാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, നീ പറഞ്ഞ ഈ വാക്ക് കടലിൽ കലക്കിയാൽ അതിന്റെ നിറവും വാസനയും മാറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഒരാൾ ഏത് രീതിയിലാണെങ്കിലും പരിഹസിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തമാശയ്ക്ക് ഇരട്ടപ്പേര് വിളിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, പലരും ഇരട്ടപ്പേര് വിളിക്കാറുണ്ടല്ലോ. കൂടെ പഠിക്കുന്നവർ, കൂടെ നടക്കുന്നവർ, കൂട്ടുകാരികൾ, അയൽവാസികൾ, പലരെയും പല പല ഇരട്ട പേര് വിളിക്കാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിഹാസത്തിൽ പെട്ടതാണ്, അപമാനിക്കലിൽ പെട്ടതാണ് ഇടപ്പേരുകൾ വിളിക്കുക. സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന പല പേരുകളുമുണ്ടല്ലോ, ഇന്നും വിളിച്ച് കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല, നിങ്ങൾ ഇടപ്പേര് വിളിക്കാൻ പാടില്ല, മനുഷ്യരെ മോശമാക്കുന്ന ഇരട്ട പേരുകൾ നിങ്ങൾ വിളിക്കരുത്. അത് തമാശയ്ക്ക് വിളിക്കുന്ന ഇത്തരം വിളികൾ നിഷിദ്ധമാ. ഒരു തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയുള്ള പേരുകൾ വിളിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ തമാശയേക്കാൾ ഗൗരവമുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് എന്നുകൂടെ പഠിച്ചോണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നാം ഇന്ന് പഠിച്ചത് തമാശ പറയാൻ പാടില്ല എന്നല്ല, തമാശയുടെ രീതിയിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പറഞ്ഞ രീതിയിൽ വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ തമാശ പറയാൻ. അപ്പം തമാശ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, തമാശയിൽ കള്ളം പറയാൻ പാടില്ല. 2, നബി തങ്ങൾ പറഞ്ഞു ഭയപ്പെടുത്താൻ പാടില്ല. 3, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആയുധം ചൂണ്ടരുത്. 4-മതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിഹാസം പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടപ്പേര് വിളിക്കാൻ പാടില്ല. ഒരാളുടെ ഇസ്സത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവർത്തനത്തിലോ വരാൻ പാടില്ല. അള്ളാഹുവെ, ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അൽഹംദുലില്ലാ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ചുറപ്പ് ഇതിനെ എല്ലാം സഹായിച്ചവരുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും അവരുടെ ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇൻഷാ അല്ലാഹ് സമയം 11 മണിയായി. എനിക്ക് നാളെ രാവിലെ മലപ്പുറത്ത് കരിങ്കല്ലത്താണ് ഇൻഷാ അല്ലാഹ് വഅദുണ്ട്. രാവിലെയാണ് നാളെ 9:30 മുതൽ 12 മണി വരെ നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്
ഞാൻ അതിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു